നമ്മളെ ഇന്നലെ കിടന്ന സ്ഥലമുണ്ടാ, നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സ്പോർട്സ് കടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലെ താമസവും കാര്യങ്ങളും. നമ്മളൊരു ബ്രോയുണ്ട്, പുള്ളിയുടെ കടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ഒരു കട്ടില്ലാണ്ട് കിടന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളി തന്നെ തന്നത്. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുള്ളീനെ പരിചയപ്പെടുത്തരാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടീഷർട്ട് ഈ ഒരു ട്രാക്കിൽ ഇതെല്ലാം എനിക്ക് പുള്ളി വെറുതെ കേട്ടോ. പുതിയ സാധനമാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം പുള്ളിക്ക് തരാമെന്ന് തോന്നിയല്ല, ഞാൻ ചോദിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷേ ചോദിക്കാണ്ട് തന്നെ പുള്ളി തന്നെ കേട്ടോ. ഭയങ്കര സന്തോഷം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സൈക്കിളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ വന്നാണ്. എന്തെങ്കിലും ഇതാണ്ട പോഹേണ്ടത് ഉണ്ടാക്കിയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പുള്ളിയോടൊക്കെ യാത്ര നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പുള്ളിയോടെ തിരക്കിലാണ്. പുള്ളി തന്നെയാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ. അങ്ങനെ നമ്മളെ സൈക്കിൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ നമ്മൾ ബ്രോനെ പരിചയപ്പെടുത്തണം. ഹായ് ബ്രോ, യുവർ നെയിം? ദീപ്ദാസ്. ഓക്കെ, ആക്ച്വലി വിൽ മീറ്റ് ഇൻ മേഘാലയ. ഹായ്, आपका नाम क्या है? ദീപിക. ഓക്കെ, ആളുടെ വൈഫാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ കടയും കാര്യങ്ങളും. ഹായ് ഭയ്യ, नाम क्या है आपका? It's your father. Okay, this is your father's store. Okay, Deep Sports. Okay. Okay, board is little bit. Board is missing now. We have just take it out for some construction. Okay. അപ്പോൾ ആളുടെ സ്പോർട്സ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പോൾ ഭയ്യ ബ്രോ, താങ്ക് യു. We'll meet again. Yes. Very nice. You can plan for visiting Kerala. Yes. Yeah, in my home. Okay, see you. Safe journey. ഇപ്പോൾ ആളുടെ ബ്രദറിൻ്റെ കടയിലേക്കാണ്ട. ഹായ് ഭയ്യ, आपका नाम क्या है? रिकू. ओके, मेरा छोटा यूट्यूब चैनल है. അപ്പോൾ ആളുടെ കട. ഓക്കെ, ആളിനെ സ്പോർട്സ് കടയുണ്ടാ. അപ്പോൾ भैया थैंक यू, धन्यवाद. फिर मिलेगा. ओके दीदी. ओके सी यू. ഓക്കെ. നമ്മളെ ഇപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടാ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ. പിന്നെ പോണ വഴിക്ക് ഭയങ്കര പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചുരാചാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ബയ്യയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇന്നലെ സ്റ്റേ അവിടെയായിരുന്നു. ഞങ്ങൾ മേഘാലയയിൽ വെച്ച് കണ്ടുമുട്ടിയാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ എത്തിയ ടൈമിൽ മൂപ്പരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇംഫാലിൽ എത്രയും മുമ്പായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന സമയത്താണ് വീണ്ടും വിളിച്ചത്. അങ്ങനെ പുള്ളീൻ്റെ വീട്ടിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റായി ഫുഡൊക്കെ കഴിച്ച് രാവിലെ അവരോട് നന്ദിയൊക്കെ അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോണ റൂട്ടിലേ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാ. മഴയൊന്നുമില്ല, പക്ഷേ ഭയങ്കര പൊടിയാണ്. ഇതൊരു വലിയൊരു സിറ്റിയാണ്. അതായത് മണിപ്പൂരിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഈ ചുരാചാൻപൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസിപൂർ എന്നെങ്കിലും പറയും. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ തിരിച്ച് ഇംഫാലിലേക്ക് തന്നെ പോകണതാണ്. കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ മറ്റേ റൂട്ട് കുറച്ച് മോശമായിട്ടാണ്, മിസോറാം പോണ റൂട്ട്. കാരണം അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ റൂട്ട് പോലെ കുറച്ച് പണിയാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മുടെ സൈക്കിൾ കുറച്ചും കൂടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ കാണുന്നത് ചെറിയ ചെറിയ മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ. ഇവിടെയൊക്കെ കൂടുതലും പെണ്ണുങ്ങളായിക്കോളൂ ജോലിക്കണം. ഞാൻ കൂടുതലും കണ്ടേക്കണം മാർക്കറ്റുകളിൽ പെണ്ണുങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റോഡ് വയ്ക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റോഡാണ് കേട്ടോ. ഭയങ്കര മോശമായിരുന്നു. ഇന്നലെ വന്നപ്പോൾ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മഴയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വെള്ളമില്ല. അങ്ങനെ ആണല്ലേ, ഫുള്ള് പന്നി ഇറച്ചിയാണ് കേട്ടോ. ഇവിടെ ഇറച്ചി സ്റ്റാളാണ് ഈ കാണുന്നത് ഫുള്ളും. ഹായ്. പോണോയ്ക്ക് ഇതേപോലെയൊക്കെ ഇങ്ങനെ പെട്രോളൊക്കെ വഴിയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാനും പറ്റില്ല. കാരണം ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷേ ചുരാചാൻപൂർ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ വന്നില്ല. ഇപ്പോൾ നമ്മൾ ചുരാചാൻപൂരിൽ നിന്ന് കുറച്ചധികം പോകുന്നു. അവിടെയൊക്കെ എന്തായാലും പെട്രോൾ പമ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ ചെറിയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ കുപ്പിയിലാക്കി ഒരുപാട് ആൾക്കാർ ഇതേപോലെ വഴിയിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ബ്ലാക്കിന് വയ്ക്കാൻ വേണ്ടി. നമ്മൾ വന്ന വഴിക്ക് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 5 ചെക്ക് പോസ്റ്റ് നമുക്ക് കയറാം. 5 or 6 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആർമിയുടെ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ
നമ്മുടെ ID കാർഡ് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് അവിടെ എൻട്രി ചെയ്താൽ മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്ന ഏരിയ കേട്ടോ. ആൾക്കാർ പറഞ്ഞു വെച്ച് മണിപ്പൂരിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് ഈ CC-പൂർ, അതായത് ചൂരാചാൻപൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ ഇങ്ങനെ പോകുന്ന വഴിക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റൂട്ടാണ്. പിന്നെ ഞാൻ ഇട്ടേക്കണ ഈ ടീഷർട്ടും ഈ ഒരു ട്രാക്കും കണ്ടില്ലേ ഞങ്ങൾ, അത് നമ്മളാ ഒരു ബയ്യ നമുക്ക് ഗിഫ്റ്റ് തന്നെ ഉണ്ട്. പാവം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചിട്ടില്ല മൂപ്പരോട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ പുള്ളി നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നേണ്ട, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി എന്താ മനസ്സറിഞ്ഞ് തന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ ഇതുവരെ ആരോടൊന്നും ചോദിച്ചില്ല കേട്ടോ. പക്ഷേ ഓരോരുത്തരുടെ സ്നേഹം കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തോറ്റുവാണ് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്, ഫുള്ള് കൃഷിപ്പാടങ്ങളാണ് കേട്ടോ. പോണ വഴിക്ക് ഒരുപാട് വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല വന്ന വഴിയാണെന്ന്, അവിടെയൊക്കെ ഒരുപാട് ഇതുപോലെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പച്ചക്കറികൾ പിന്നെ ഫ്രൂട്ട്സ് അതെല്ലാം അവർ ഇവിടെ നിന്നൊക്കെ കൃഷി ചെയ്തുണ്ടാക്കണേ കേട്ടോ. ഇതിപ്പോൾ കൃഷിപ്പാടം ഇപ്പോൾ ഏകദേശം കൃഷിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇതിൽ കൃഷി കാര്യങ്ങളൊക്കെ ഇവരിടും കേട്ടോ. നമ്മളെ കഴിഞ്ഞ ദിവസം വന്നൊഴുകി കണ്ടൊരു കാഴ്ച കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാരിങ്ങനെ ചൂണ്ടിടുന്നുണ്ട്, പിന്നെ കമ്പോല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടാണ്. പക്ഷെ ആ സമയത്ത് എനിക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിപ്രാവശ്യം വന്നൊഴുകി കണ്ടതാണ്. ഇവിടെയൊക്കെ ഫുള്ള് നല്ല മഴയും കാര്യങ്ങളും. ഓ ഈ രീതിയിലാണ് അപ്പോൾ വണ്ടി ഇടിച്ചേനേട്ടാ. അവർ തെറി പറയണത്, അത് ഞാൻ പെട്ടെന്ന് കട്ടാക്കിയത്. വണ്ടിക്കാർ ഒരു ഇതല്ല, കാരണം ഞാനിവിടെ റോഡ് സൈഡിലാണ് നിർത്തിയില്ല. പക്ഷെ നമ്മൾ ഇത്രയും ചേർത്താണ് നിർത്തിയിട്ടാണ്, അത് കാരണം കുഴപ്പമില്ല. പക്ഷെ ആ രീതി ഇപ്പോൾ വണ്ടി ഇടിച്ചേനായിരുന്നു. ആ വണ്ടിക്കാരൻ ഭയങ്കര ഇതിലാണ് വന്ന. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫുള്ള് ഇതാണ്ടാ ആളുകൾ ഇരിക്കണ്ടില്ലേ, പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ കമ്പോലോലെ സെറ്റ് ചെയ്തിട്ട് ഇത് എനിക്ക് തോന്നുന്നു അറ്റം വരെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടില്ല, ഓരോരോ സീറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലാണ്ട് ഇവർ ഇരിക്കണം. എന്നിട്ട് ഈ കമ്പോലിടും വലയിടും കേട്ടോ. ചെറിയ ചെറിയ പൊടി മീനുകളെ കൂടുതൽ ഞാൻ കിട്ടണമുണ്ട്, പക്ഷെ വലിയ മീനൊക്കെ കിട്ടും, പക്ഷെ കുറവാണ് കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. എല്ലാവരുടെയും പണി ഇതാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ വിൽക്കുമെന്ന് തോന്നിട്ട്. ഏകദേശം നമ്മൾ ഇംഫാൽ എത്താറായിട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം പൊങ്ങിയേക്കാനാണ്. അത്യാവശ്യം മീനുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും. കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ഇപ്പം ഉണ്ട് കണ്ടില്ലേ. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ എല്ലായിടത്തും. നമ്മളെ ജിർബാമിലേക്ക് പോണ റൂട്ടിലാണ്ട്. അപ്പോൾ കുറച്ച് വയ്യന്മാർ നമുക്ക് ഇതേ കുറേ സാധനങ്ങൾ ഓ ക്യാരി करने के लिए मुश्किल आएगा भैया. ओ दो बोटिल बोटिल दो. आपका नाम क्या है भैया? श्यामसन. ओ थैंक यू भैया. हाय दीदी नमस्ते. അപ്പം നമ്മൾ ഹായ്. അപ്പോൾ ഇവർ കുറേ സാധനങ്ങളൊന്നും ഉണ്ട് കേട്ടോ. പാവങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. भैया थैंक यू. इधर ही ना. अच्छा थैंक यू भैया. थैंक यू. हाँ ओके ओके सी यू. ओके थैंक यू. ओके धन्यवाद दीदी. ओ करेगा करेगा. ये मैं पूरा घूम के आता. इसी रास्ता में आएगा, इसी रास्ता में वापस जाएगा. मैं अभी इधर से निकल के कहाँ से अभी? मैं जिरीबाम, उधर से सिलचर, उधर से मैं मिजोरम जाने का प्लान किया था. बट जिरीबाम जो है ना, वेलकम टू जिरीबाम डिस्ट्रिक्ट. हाँ मैं इधर है ना. मेरा घर वो जिरीबाम का. अच्छा अच्छा जिरीबाम का है आप. जो गेट है ना. हाँ अच्छा 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 रास्ता में मिलेगा. मैं एक्चुअली उधर से आएगा, लोकताक है ना, लोकताक से मोरंग से उधर से मिजोरम जाने का प्लान किया था. उधर से रास्ता बहुत ख़राब है, बहुत ख़राब है. फिर मैं इधर से आएगा उसी टाइम है ना, आने के टाइम. ओके भैया थैंक यू दीदी. ओके सी यू अगेन. ഒരു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ പൊന്നോ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ എവിടുന്ന വന്നതെന്ന് പോലും ഇവർക്ക് അറിയില്ല. പക്ഷേ ഈ ദീദിമാർക്കാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടല്ലേ കുറേ സാധനങ്ങൾ തന്നു കേട്ടോ പാവങ്ങൾ. പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആളുകൾ ഇത്രയും സ്നേഹമാണ്. കാരണം ഞാൻ ഇതൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. അവർ നമ്മളെ കണ്ടൊന്ന് നിർത്തി സംസാരിച്ചാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ടൊന്ന് ചിരിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഇത്രയും കിട്ടിയല്ല, ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആ ബാരിച്ച്
आपका नाम क्या है भैया? रोमेश से हैं? रोमेश रोमेश मेरा नाम अशकर है। ठीक है, बहुत मजा से जाए। जो आपके लिए एक जो जूस एक छोटा वाला से बहुत दे दिया वो दे दो। नहीं बहुत है भैया। എൻ്റെ പൊന്നെ എനിക്ക് വേണ്ട ഇവര് സ്നേഹം നോക്കിയേ ഭയ്യ मेरा पास है അല്ലോ എത്ര പറഞ്ഞാൽ മതിയാവൂലാട്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര കാറ്റും കാര്യങ്ങളാണ് अच्छा प्यार की तरफ से अच्छा आपके लिए थैंक यू दो थैंक happy journey यू है। थैंक यू भैया केरला टू ऑल इंडियन नेपाल भूटान नेपाल भी जाना है। नेपाल कुछ घूम के आता और बाकी है हाँ। अकेले हैं क्या काम? अकेले में मैं इधर से 1 महीना का ऊपर आएगा मणिपुर में हाँ। ഓക്കെ താങ്ക് യു ധന്യവാദ് ടീം ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ തരാൻ വേണ്ടി പോയതാട്ടാ ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പുള്ളി ഒരു വെള്ളം തന്നപ്പോൾ നമ്മൾ മേടിച്ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 3 ഉപ്പിയും തീർന്നിരിക്കുന്ന ആ സമയത്താണ് വെള്ളവും കാര്യങ്ങളും കൊണ്ടുവന്നത് ഞാൻ സത്യം പറഞ്ഞില്ല ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമെന്ന് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാനുണ്ടാവുമെന്ന് എന്നെ കണ്ടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഇത് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അത് യാത്രയിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ചില സമയങ്ങളിൽ നമുക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണ് അറിയുമെന്ന് പറയില്ല അങ്ങനത്തെ ഒരു ഫീലാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല കാറ്റുണ്ട് ഇപ്പോൾ മരമൊക്കെ ഒടിഞ്ഞ് വീഴുമെന്ന് തോന്നണേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് നമ്മൾ ചെറുബാബിന്ന് വന്നല്ല ഇംഫാലിലേക്ക് വന്ന ടൈമിൽ നമ്മൾ ഈ ഒരു റൂട്ട് തന്നെ ഉണ്ടാവുന്ന കാരണം മറ്റേ ചൂരാച്ചാൻപൂർ വഴി പോകാമെന്ന് വെച്ചപ്പോൾ ആ റൂട്ട് ഭയങ്കര സീനാണ് ഭയങ്കര രീതിയിൽ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ കേട്ടോ ഇപ്പം നല്ല മഴ പെയ്തേട്ടാ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ വന്നല്ല അത് ഇനി ഒറ്റയ്ക്ക് മഴ പെയ്ത് പെട്ടെന്നുള്ളൊരു മഴയാണ് ഭാഗ്യത്തിന് ഒരു സ്ഥലം കിട്ടിയേട്ടാ വേണ്ടില്ലേ ഒരു കടയുടെ ഷട്ടറാണ് അതിൻ്റെ ഉള്ളിലാണ് സ്ഥലം കിട്ടിയത് ഭാഗ്യം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നനഞ്ഞ് ചീഞ്ഞേനെ നല്ല പെട്ടെന്നുള്ള മഴയായി പോയിട്ടോ നമ്മൾ ഇവിടെ എത്തിയതും പെട്ടെന്നൊരു മഴ പെയ്തു ഞാൻ ചെറുതായിട്ടൊക്കെ നനഞ്ഞ് പക്ഷേ നല്ല കയറിക്കാൻ പറ്റിയേട്ടാ അല്ലേ അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഒരു പട്ടി നനഞ്ഞു പറ്റില്ല കയറിക്കാൻ പാടില്ല നമ്മളെ തിരിച്ച് റിട്ടേൺ വന്ന വഴിയാണ് കേട്ടോ അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന വഴി റിട്ടേൺ കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നല്ല രീതിയിൽ ടയേർഡായി എന്താണെന്നറിയില്ല ഭയങ്കര രീതിയിൽ ടയേർഡായിട്ടെന്ന് കുറച്ച് എനിക്ക് നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് മര്യാദക്ക് ചവിട്ടിയിട്ടില്ല അവിടെ സൈക്കിൾ ഇന്നാണ് ഒന്ന് ചവിട്ടണത് അതാണെന്നറിയില്ല രീതി ടയേർഡായിട്ടാ നമ്മുടെ സൈക്കിൾ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇതിലൊക്കെ ടെൻ്റ് അടിക്കാൻ വല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാം ഒരു ക്യാമ്പുകളാണ് കേട്ടോ കൂടുതലും നമ്മളിപ്പോൾ ഏകദേശം പോകണമൊക്കെ നമ്മൾ കഴിഞ്ഞ അതായത് ഒരു മാസം മുമ്പ് കണ്ടൊരു പുള്ളീനെ കണ്ടിട്ട് ഹായ് ഭയ്യ ഫിർ മിലേങ്കാം ഫിർ ദേക്കാ दो बार पहले का आज पहले जिरीबाम से आ रहा है अब है ना भैया जिरीबाम से मिलेगा इम्फाल जाने का रास्ता में से पहले 2-3 बार 10 दिन हो गया हम दो टाइम भी देखा ना हिंदी तो है अच्छा असम में ब्लूम है अच्छा अच्छा हमारा तो आपका दूर से आ रहा है ना इसलिए हमारा आपका गाड़ी है ना तो नहीं कोई प्रॉब्लम नहीं 1 किलोमीटर है ना हम चलेगा പറയുന്നത് നമ്മൾ മൂപ്പരെ കണ്ടതല്ല ഇവിടെ കഴിഞ്ഞ തവണ വന്ന ടൈമിൽ അതായത് കഴിഞ്ഞ മാസം വന്ന ടൈമില്ല പുള്ളി എനിക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെന്ന് മനസ്സിലായത് ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ ഇല്ലേ ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ അങ്ങനെ സെയിം വണ്ടി ये सेम गाड़ी है ना भैया सेम गाड़ी सेम गाड़ी है കാരണം ലേറ്റ് ഇല്ല അതാണ് നമുക്ക് അങ്ങനെ നമുക്ക് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടില്ല ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്റ്റേ കാര്യങ്ങൾ കിട്ടി അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് भैया आपका नाम क्या है भैया अमित चौधरी आप लोग राजस्थान से भैया आपका नाम राकेश राजस्थान नागौर से ओके और बाकी अच्छा बाकी लोग सब राजस्थान से पूरा राजस्थान से है ना पूरा स्टाफ राजस्थान से अच्छा अलग सेट अपना बीकानेर से हाँ और अच्छा बीकानेर से बीकानेर से नौका से अच्छा ओके आगे सारुंडा गांव आता है सारुंडा से अच्छा इधर कितना साल हो गया इधर हम 2021 से 2021 से अच्छा 21 से तुम आए हूँ सेठ जी तो शायद पहले आए होंगे अच्छा 2019 में आएगा अच्छा तो
5-6 साल आएगा, हाँ 6 साल आए।